Fufi's Kitchen. അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയായ ഒരു മട്ടൻ കുറുമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി കുറുമയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അത് നമുക്ക് ഈ മട്ടനൊന്ന് കുക്കറിലിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മട്ടന് 1 കിലോ മട്ടനാണ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1 ഗ്ലാസ് വെള്ളം. ഇതൊഴിച്ച് മിക്സാക്കിയാണ്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഓരോരോ മട്ടനും ഓരോരോ വേവാണിത്. കുറച്ച് ഇളയ മട്ടനാണ്, അപ്പോൾ വേവ് കുറവാണ്. അതാണ് ഞാൻ 3 വിസിൽ, അല്ലെങ്കിൽ 4-5 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇറച്ചി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇറച്ചി വേവേണ്ട സമയം കൊണ്ട് മറ്റേ അടുപ്പത്തൊരു പാന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇത് ഒരു വലിയ സവാള, പിന്നെ ഒരു 5 പച്ചമുളകാണ്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കേട്ടോ, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി കുറച്ച് മതി, കൂടുതലാവാൻ പാടില്ല. ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക ഈ എണ്ണയിലിട്ട് കണ്ട്. ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചുകാണ്ട് പിന്നെ കുറുമിക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്, അതിനുള്ള മസാലയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓവറായി വഴണ്ട് വരുമൊന്നും വേണ്ട, ഒരു പാകത്തിന് ഇതിൻ്റെ പച്ചച്ചൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റുക. ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ഇനി എന്തായി എന്ന് നോക്കാം, വെന്തിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 3 വിസിൽ കഴിഞ്ഞ് ഓഫാക്കിയിട്ടതാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇറച്ചിയൊക്കെ പാകത്തിന് വെന്തു. ഇനി നമുക്ക് അടുത്തതായി ഈ മസാല ഇല്ലേ, ഈ വഴറ്റി വെച്ച മസാല, ഇത് മിക്സിയിലിട്ടൊന്ന് നല്ല പേസ്റ്റ് ആവണ്ട, ഒന്നുകൊണ്ട് അരച്ച് ഈ ഇറച്ചിക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ ഈ പരുവത്തിലാണ് ഞാൻ അരച്ചിട്ടുള്ളത്. ഓവറായി അരിഞ്ഞിട്ടില്ല, അത് മതി. നമുക്കിത് ഈ ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കണ്ടതൊന്ന് ഈ മിക്സും ഈ ഇറച്ചിയും കൂടെ ഒന്ന് 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നാൽ കുറച്ച് സമയം വേവിച്ചാലേ ഈ ഇറച്ചിക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി അടുത്തത് നമുക്ക്, ഞാനിത് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയ്ക്കൊരു 50 ഗ്രാം അണ്ടി. ഈ തേങ്ങയ്ക്കിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഈ തേങ്ങ അരക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. തേങ്ങ അരച്ചില്ലെങ്കിൽ പിന്നെ കുറുമ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് വേഗത്തിലൊന്ന് അരച്ച് തരാം. അപ്പോൾ നമ്മുടെ ഇറച്ചി മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്, ഇറച്ചിമക്ക് മസാല. ഇനി നമുക്ക് ഈ അരച്ച് കാഷ്യൂസും തേങ്ങയും കൂടി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കാഷ്യൂസ് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത കാഷ്യൂസാട്ടോ, അത് പറയാൻ മറന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് തൈര് ഒഴിച്ചു കൊടുക്കണം.
ഇത് തിളച്ചതിൻ്റെ ശേഷം ലാസ്റ്റാണ് തൈര് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ കുറുമ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റിയായ കുറുമയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷന്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ലാസ്റ്റായിട്ട് ഈ തൈര്, ഞാൻ ഒരു അര ഗ്ലാസ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരെ പുളിക്കനുസരിച്ചുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ചുകൊണ്ട് പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ഫ്ലെയിം ഓഫാക്കിയതിൻ്റെ ശേഷം തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ റെഡിയായി. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കുക, ഉപ്പില്ല എങ്കിലൊക്കെ. പിന്നെ എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയായ മട്ടൻ കുറുമ ഇവിടെ റെഡിയായി. ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.